പ്രിയപ്പെട്ടവരെ നമസ്കാരം. മുസ്ലിം സ്ത്രീയുടെ തുല്യത സംബന്ധിച്ചാണ് ഒരാഴ്ചയായിട്ട് കേരളത്തിൽ ചർച്ച നടക്കുന്നത്. കേരളത്തിലെ പ്രബല സമൂഹം എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ പ്രസ്താവനയിൽ തുടങ്ങിയ ചർച്ച ഇന്ന് ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഒരു വാർത്താ സമ്മേളനത്തോടു കൂടി ഒരു ദിശ മാറിയിരിക്കുകയാണ്. എന്താണ് ചാനൽ ചർച്ചയിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം. വിഷയങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നോക്കുമ്പോൾ അവർക്ക് ഈ പൊതുവേദികളിൽ പങ്കിടുന്നതിൽ കുഴപ്പമില്ല. സ്ത്രീ പുരുഷൻ പൊതുവേദികളിൽ പങ്കിടാം, ഒരുമിച്ച് ജോലി ചെയ്യാം. ഈ പറയുന്ന പോലെ ഇടകലർന്ന് മെക്സവൻ പോലെ വ്യായാമ മുറ ചെയ്യുന്നതിൽ പോലും അവർക്ക് കുഴപ്പമില്ല. സ്ത്രീകൾ സജീവമായി നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകൾ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വസ്ത്രധാരണം അതിൽ പർദ്ദയിട്ടിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകൾ വരിക. അവിടെയാണ് ആ തരത്തിൽ പുരോഗമനം പുറകോട്ടായോ നമുക്ക് സംശയിക്കാൻ തോന്നുന്നു. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുന്ന കാര്യമാണ്. ഇനി മുജാഹിദുകളുടെ കാര്യത്തിൽ സ്ത്രീകൾ പൊതുവേദികൾ പങ്കിടണം എന്ന കാര്യത്തിൽ അവർക്കും കുറച്ചുകൂടി ഉയർന്ന നിലപാടാണ്. പക്ഷേ അതേസമയം കുറച്ചുകൂടി ചില കാര്യങ്ങൾ എന്താ പറയുക, ഇടകലർന്നുള്ള വ്യായാമ മുറയോട് അവർക്കും വലിയ താല്പര്യമില്ല. അതാണ് വ്യത്യാസം. AP-ക്ക് അങ്ങനെയല്ല. AP-ക്ക് ഈ ചാനൽ ചർച്ച കണ്ടവർക്ക് മനസ്സിലാകാം, സത്യത്തിൽ സ്മൃതി ഉദ്ദേശിക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ പൊതുപ്രവേശനം മാത്രമല്ല, അവരുടെ പർദ്ദ പോലും അവർക്ക് പ്രശ്നമാണ്. സത്യത്തിൽ ഒരു സമുദായവും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും ഇടകലർന്ന വ്യായാമം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഒരു മാസം അല്ലെങ്കിൽ 10-15 ദിവസം മുമ്പുള്ള ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതേ ചർച്ച കാണാൻ ഇടയായി. അന്ന് മെക്സവനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് തോന്നുന്നു. അന്ന് അരുൺകുമാർ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന തീവ്രവാദ ആശയം ഉൾക്കൊള്ളുന്ന സംഘടനയാണ്. പക്ഷേ കേരളത്തിലെ സമസ്ത അങ്ങനെയല്ല, കേരളത്തോട് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരികതയോട് കൂട്ടുപിടിച്ച് മിതവാദം പുലർത്തുന്ന സംഘടനയാണെന്നാണ് അരുൺകുമാറിന്റെ പക്ഷം. ആ ചർച്ച പിന്നീട് ഉണ്ണി ബാലകൃഷ്ണന് പോയപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൈകാര്യം ചെയ്യുന്നത്, മുജാഹിദ് പ്രസ്ഥാനം പ്യൂരിറ്റൽ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാണെന്നും അവരെക്കാളും നല്ലത് സമസ്തയാണെന്നാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ അഭിപ്രായം. പിന്നെ ആ ചർച്ച നിയന്ത്രിക്കുന്നത് സ്മൃതിയാണ്. സ്മൃതി പറയുന്നത് ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ പിന്തിരിപ്പൻ സംഘടനയാണെന്നും സ്ത്രീകളെ അവർ പൊതുവേദികൾ പങ്കെടുപ്പിക്കില്ല എന്നുള്ളത് ചർച്ചയാണ്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നികേഷ് കുമാർ ഇല്ല. നികേഷ് കുമാർ ഉണ്ടെങ്കിൽ തബ്ലീഗ് ജമാഅത്തിനെയും കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. പിന്നെ പോകുന്നത് സുജയയിലേക്കാണ്. സുജയ നിങ്ങൾക്ക് അറിയാം, മൊത്തത്തിൽ മോശം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് സുജയ പാർവതി. ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും, ഇന്ന് അവസാനം PMA സലാമിന്റെ വാർത്ത ഉദ്ധരിച്ചിട്ട് ലീഗ് സ്ത്രീ വിരുദ്ധമോ എന്ന പോസ്റ്റ് വെച്ച് News 18 ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ആഴ്ചകളിൽ നടന്ന ചർച്ചകൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൽ മദ്യപ്പുഴയും ഊറിമാരും എന്ന ടൈറ്റിൽ കവർ സ്റ്റോറി, മാതൃഭൂമിയിലെ അഭിലാഷിന്റെ 2 ദിവസത്തെ ചാനൽ ചർച്ച, News 18 ചർച്ച, ഏഷ്യാനെറ്റ് പ്രത്യേകമായി ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാൽ മനസ്സിലാകും, മുസ്ലിം സ്ത്രീകളെ അവർ പൊതുമണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചയല്ല അവിടെ നടക്കുന്നതെന്നും അത് മുസ്ലിം സമൂഹത്തെ വളരെ അപരവൽക്കരിക്കാനുള്ള ചർച്ചയാണ് നടക്കുന്നതെന്നും ഈ ആഴ്ച ചർച്ച കണ്ട എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് ഈ ചാനൽ ചർച്ച കാണുന്നവർക്കൊക്കെ മനസ്സിലാകുക. അതിനെ നമ്മൾ വളരെ സൂക്ഷ്മമായി മറുപടി പറയേണ്ടതുണ്ട്. കൃത്യമായി അതിനെ മുസ്ലിം സ്ത്രീകളുടെ കേരളത്തിലെ മുന്നേറ്റം കണ്ടാൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാത്ത വിധം കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ എത്രയോ മെച്ചപ്പെട്ട ജോലികളിൽ അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം അവർ ഈ സമയങ്ങളിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും ചർച്ചകൾ നടക്കട്ടെ. ഈ രീതിയിലുള്ള ചർച്ചകൾ നടന്നാൽ പോലും മുസ്ലിം സമുദായത്തെ ഇവിടെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.